ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അപ്പവും സ്റ്റൂവും ആയിരുന്നു കേട്ടോ. നല്ല കുറുകിയ ചാറോട് കൂടിയ സ്റ്റൂ. സാധാരണയായിട്ട് ചിക്കൻ സ്റ്റൂ അല്ലെ ബീഫ് സ്റ്റൂ അല്ലെ നമ്മുടെ കടലക്കറിയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. എന്നാൽ ഇത്തവണ ഞാൻ ചെയ്തത് ഇവിടെ അപ്പം ചുട്ടെടുക്കുന്ന നേരം കൊണ്ട് അപ്പുറത്തെ മൺചട്ടിയിൽ ഞാൻ നമ്മുടെ ടൊമാറ്റോ സ്റ്റൂ ആണ് ഉണ്ടാക്കിയെടുത്തത്. വളരെ വേഗം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ മൺചട്ടിയാണ് വെച്ച് കൊടുത്തത്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 ഏലയ്ക്ക, 2 കറുവാപ്പട്ടയുടെ പീസ്, അതുപോലെ തന്നെ 2 ഗ്രാമ്പു. ഇതിത്തിരി നേരം ആ ഓയിലൊന്ന് കിടക്കണം. അതിൻ്റെ മണമൊക്കെ അങ്ങോട്ടൊന്ന് വന്ന് തുടങ്ങുന്ന സമയത്ത് ഇത്തിരി കടുക് ചേർത്ത് കൊടുത്തു. ഇനി ആ കടുകും കൂടെ ഒന്ന് പൊട്ടി വന്നാൽ മതി. അപ്പോഴത്തേക്കും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഒരു സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൊച്ചുള്ളിയാണെങ്കിൽ ഇത്തിരി കൂടെ നന്നായിരിക്കും. പിന്നെ അതിലേക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് മൂത്ത് വരണം കേട്ടോ. ഇത്തിരി നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് മാത്രമേ നമ്മൾ ഇവിടെ എരിവിനായിട്ട് ചേർക്കുന്നുള്ളൂ. അപ്പം ഇപ്രാവശ്യം കിട്ടിയ പച്ചമുളക് ഇതാണ്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊള്ളുക. ഇത് നമ്മുടെ ഒരു സവോള വലുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു. അതൊന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ, മൂപ്പിച്ചെടുക്കരുത്. അപ്പോൾ ഇനി അതൊന്ന് വഴന്ന് വരട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വിഹാൻസ് റെസിപ്പീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിലേക്ക് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഗരം മസാല വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ഇവിടെ ചേർത്തത്. കാരണം നമ്മൾ ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അത് കുക്ക്ഡ് ആകുകയും ചെയ്യും. ഫ്ലേവേഴ്സ് പെട്ടെന്ന് അതിൽ അറിയാനും പറ്റും. അതുകൊണ്ട് 1/2 ടീസ്പൂൺ ഗരം മസാല മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം വൈറ്റ് കളറിൽ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക. അല്ല എങ്കിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തില്ല. അതിലേക്ക് നല്ല കുറുകിയ തേങ്ങാപ്പാൽ 1 കപ്പോളം ചേർത്ത് കൊടുത്തു. ഇല്ല, നമ്മൾ വീട്ടിൽ പിഴിഞ്ഞെടുത്തിട്ടാണ് തേങ്ങാപ്പാൽ എടുക്കുന്നതെങ്കിൽ 2ാം പാലിൽ ഇതൊന്ന് കുക്ക് ചെയ്യുക. എന്നിട്ട് 1ാം പാല് ചേർത്ത് കൊടുക്കുക. ഇനിയും ഈ കറിക്ക് കുറുക്കം വരാനായിട്ട് ഒന്നെങ്കിൽ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തത് നമ്മുടെ അപ്പത്തിൻ്റെ മാവ് തന്നെയാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ അപ്പത്തിൻ്റെ മാവ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല തിക്കായിട്ടുള്ള കറി നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ടൊമാറ്റോസും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതിക്കൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് വിഹാൻസ്.